വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ അത്യന്തം ദാരുണമായ ഒരു വാർത്തയ്ക്കാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. കൊല്ലത്ത് ഡ്യൂട്ടിക്കിടെ കുത്തേറ്റ് ഡോക്ടർ മരിച്ചു. കോട്ടയം സ്വദേശി ഡോക്ടർ വന്ദനയാണ് മരിച്ചത്. വൈദ്യപരിശോധനയ്ക്ക് എത്തിയ പ്രതിയാണ് ഡോക്ടറെ ആക്രമിച്ചത്. വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഡ്യൂട്ടിക്കിടെ കുത്തേറ്റ് ഡോക്ടർ മരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എങ്ങനെയായിരുന്നു സംഭവം? ഇന്ന് പുലർച്ചെ 4 മണിക്കാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം അരങ്ങേറിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഉയ്യപ്പള്ളി സ്റ്റേഷനിലെ ഒരു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത ആളായിരുന്നു സന്ദീപ്. ഇയാളെ വെളുപ്പിന് വൈദ്യപരിശോധനയ്ക്കും അതുപോലെ തന്നെ കാലിലെ ഒരു മുറിവ് വച്ചുകെട്ടുന്നതിനുമായി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചതായിരുന്നു. ഡോക്ടർ വന്ദനയായിരുന്നു അപ്പോൾ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. ഡ്യൂട്ടി ഡോക്ടർ ഈ മുറിവ് വെച്ചുകെട്ടുകയും അതിനുശേഷം വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് ഈ മുറിവ് വെച്ചുകെട്ടുന്ന സ്ഥലത്തിന് സമീപത്തായി ഉണ്ടായിരുന്ന കത്രിക, അതായത് സർജിക്കൽ അതായത് ശസ്ത്രക്രിയക്ക് ഉപയോഗിക്കുന്ന കത്രികയാണ്, അത് എടുത്ത് ഡോക്ടറുടെ വയറ്റിലേക്കും നെഞ്ചിലേക്കും കുത്തുകയായിരുന്നു. ഇത് തടയാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ, അതുപോലെ തന്നെ ഹോംഗാർഡ്, ഒപ്പമുണ്ടായിരുന്ന ആംബുലൻസ് ഡ്രൈവർ, സന്ദീപിന്റെ ബന്ധു എന്നിവർക്കും കുത്തേറ്റിട്ടുണ്ട്. ഡോക്ടറുടെ ഡോക്ടർക്ക് ഏറ്റ പരിക്ക് ഗുരുതരമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. വയറിന് ആഴത്തിൽ മുറിവുണ്ടാവുകയും കുടലിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് ഡോക്ടർമാർക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ. ഈ സാഹചര്യത്തിൽ കൊല്ലത്തെ ഡോക്ടർമാരുടെ സംഘം IMAയുടെ നേതൃത്വത്തിൽ ഇന്ന് വ്യാപകമായ പണിമുടക്കിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കൊല്ലത്തും ഡോക്ടർമാർ ഒന്നടങ്കം പണിമുടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മരണമടഞ്ഞ ഡോക്ടർ വന്ദനയുടെ മൃതദേഹം, ഇവർ ഹൗസ് സർജൻ ആയിരുന്നു, ഇപ്പോൾ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഉള്ളത്. ഇവിടെ IMA ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമെന്നും ഇതിന് ഉടൻ തന്നെ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ ഗുരുതരമായ ഒരു സംഭവമാണ്. ഇതിനെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് IMAയും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും നോക്കിക്കാണുന്നത്. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ ഡോക്ടർമാർക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. ഈ 2 ആഴ്ച മുമ്പ് ഇതുപോലെ തന്നെ തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിലും ഇത്തരത്തിൽ ഒരു പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവന്നപ്പോൾ അക്രമാസക്തനാവുകയും ഡോക്ടർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു. ഇങ്ങനെ അടിക്കടി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സർക്കാർ കർശന നടപടികളുമായി മുന്നോട്ട് വരണം എന്ന നിലപാടിലാണ് IMA. അത്തരത്തിൽ ഇതിനെയും കാണുന്നു. 4 മാസം മുമ്പാണ് വന്ദന ഹൗസ് സർജനായിട്ട് ഇവിടെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നത്. ഡ്യൂട്ടി ഡോക്ടറുടെ ചുമതല കൂടി ഉണ്ടായിരുന്നു. അത്തരത്തിൽ ആ ജോലി നോക്കുന്നതിനിടയിലായിരുന്നു ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. മനസ്സിലാ ബിനോയ്, അതോടൊപ്പം തന്നെ ഈ പ്രതിക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്നതായി ഇപ്പോൾ സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. യാതൊരു പ്രകോപനവും കൂടാതായിരുന്നോ പ്രതി ഇത്തരത്തിൽ അക്രമം അഴിച്ചുവിട്ടത്? തീർച്ചയായും അങ്ങനെ തന്നെ പറയാം. യാതൊരു പ്രകോപനവും കൂടാതെ തന്നെയാണ് പ്രതി ആക്രമണം അഴിച്ചുവിട്ടത്. കാരണം രോഗിയുടെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം തൊട്ട് അടുത്തുനിന്ന് മാറുന്നതിനിടയിൽ പെട്ടെന്ന് അക്രമാസക്തനാവുകയായിരുന്നു. ഇയാളെ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഹോംഗാർഡും പോലീസ് ഉദ്യോഗസ്ഥരും ശ്രമിച്ചത്. അതിനിടയിൽ അവർക്കും കുത്തേറ്റു. ഇയാൾക്ക് മാനസിക പ്രശ്നമുള്ളവനാണ് എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. എന്തായാലും മയക്കുമരുന്നോ മറ്റുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇയാൾ നേരത്തെ ക്രിമിനൽ പശ്ചാത്തലമുള്ള കേസുകളിലൊന്നും അറസ്റ്റിലായിട്ടില്ല. ഇയാളുടെ ബന്ധുവും ഒപ്പം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ ഇത്തരം വിവരങ്ങൾ നമുക്ക് ലഭ്യമാവും. ബിനോയ്, ഈ പ്രതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നാണ് അറിയുന്നത്. ഇയാൾ ഏത് കേസിലാണ് അറസ്റ്റിലായത് തുടങ്ങിയ വിവരങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ടോ? ഇത്തരം സംഭവം, ഇയാള് പൂയപ്പള്ളി സ്വദേശിയാണ്. ഇയാളെ പൂയപ്പള്ളി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. അടിപിടി കേസുമായിട്ടാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അടിപിടി കേസുമായിട്ടാണ് അറസ്റ്റ് ചെയ്തതെന്ന് പറയുന്നു. അത് മാത്രവുമല്ല, ഇയാൾ അറസ്റ്റ് ചെയ്ത സമയത്ത് മദ്യലഹരിയിലായിരുന്നുവെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഇത്തരം വിവരങ്ങൾ നമ്മൾ ലഭ്യമായിട്ടില്ല. ഇയാളെ ഇപ്പോഴും കൊട്ടാരക്കര DYSP ഓഫീസിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവിടെ അയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. മറ്റു പരിക്ക് പറ്റിയ ഉദ്യോഗസ്ഥർ, അതായത് പോലീസ് ഉദ്യോഗസ്ഥരും ഹോംഗാർഡും എല്ലാം തന്നെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലായിട്ട് ചികിത്സയിലാണ്. ഇവരുടെ പരിക്കൊന്നും തന്നെ ഗുരുതരമല്ല. ബിനോയ്, അതോടൊപ്പം തന്നെ ഇപ്പോൾ സംസ്ഥാന വ്യാപകമായും ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഡോക്ടർമാർ പണിമുടക്കും എന്ന തരത്തിലുള്ള വാർത്തകളും പുറന്നു വരുന്നുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, ഈ ഡോക്ടർമാർക്കെതിരെ അടിക്കടി ഉണ്ടാകുന്ന ഇത്തരത്തിൽ അക്രമ സംഭവങ്ങളിൽ IMAയും നേരത്തെ തന്നെ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു. മിക്ക ദിവസങ്ങളിലും ആലപ്പുഴ മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ കോഴിക്കോടും തൃശ്ശൂരും
ഒക്കെ ഇത്തരത്തിൽ ഒരു വൈദ്യപരിശോധനയ്ക്ക് എത്തുന്ന പോലീസ് എത്തിക്കുന്ന ആളുകളുടെ ഭാഗത്ത് നിന്നും ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഒരു ഡോക്ടർ തന്നെ ജീവൻ നഷ്ടമായിരിക്കുന്ന, അതും വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച ഒരു പ്രതിയുടെ കുത്തേറ്റാണ് ഈ ഡോക്ടർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഈ സംഭവത്തെ വളരെ ഗുരുതരമായി കാണുകയാണ് ഡോക്ടർമാരുടെ സംഘം. അതുകൊണ്ട് തന്നെ IMA ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം.